അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ചിത്രലേഖയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയത്തിനൊഴിക്കുന്നതായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നതിനായ യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തെ, വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് അരോമ ടി വി ചാനലിൽ കടന്നു വന്ന് എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ആരോ ടി വി ചാനലിൽ സംഘാടനായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത് പ്രിയദാസനോടുള്ള പ്രത്യേക വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ചിത്രലേഖ എന്നാണ്. ട്രിവാൻഡ്രം സ്വദേശിയാണ്. ട്രിവാൻഡ്രത്തിൽ നാലാഞ്ചിറ ഭാഗത്തായിട്ട് ഞങ്ങൾ ദൈവവേലയുടെ മുഖത്ത് താമസിച്ചു വരികയാണ്. എൻ്റെ കുടുംബത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന എൻ്റെ പിതാവ്, മാതാവ്, മൂത്ത ബ്രദർ, ഇളയ രണ്ടാമത്തെ സിസ്റ്റർ, ഇതാണ് ഞങ്ങളെ കുടുംബം. മൂത്ത ബ്രദർ മാരേജ് കഴിഞ്ഞു, 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. ഒരു കുടുംബമായി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. രണ്ടാമത്തെ സിസ്റ്റർ വിവാഹം കഴിഞ്ഞു, ഒരു മകളുണ്ട്. അവർ കുടുംബമായി സഭയിൽ ഒരു അംഗമായിരിക്കുന്നു. എൻ്റെ പിതാവ് ഇന്നേക്ക് 17 വർഷം കഴിഞ്ഞു നിത്യതയിൽ ചേർക്കപ്പെട്ടു. അവസാന നിമിഷം വരെയും ദൈവരാജ്യത്തിന് വേണ്ടി നിന്നതായ ഒരാത്മഭാരമുള്ള എൻ്റെ പിതാവായിരുന്നു. ഞാനും എൻ്റെ മാതാവുമാണ് ഞങ്ങൾ ഒരുമിച്ച് പാർത്ത് കർത്താവിന്റെ വേലയുടെ മുഖത്ത് അന്നു മുതൽ ഇന്നുവരെയും കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. എൻ്റെ പഠന മേഖല ബൈബിൾ കോളേജിൽ തിയോളജിക്കൽ MD വരെ പഠിക്കുവാൻ സർവശക്തനായ ദൈവം എനിക്കൊരു ഭാഗ്യം നൽകി. അത് ഭാഗ്യമായി ഞാൻ കാണുകയാണ്. എൻ്റെ സെക്കുലർ പഠനം BA വരെ പഠിക്കുവാൻ ഒരു ഭാഗ്യം സർവശക്തനായ ദൈവം എനിക്ക് നൽകി. അതും എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ സാക്ഷ്യത്തിൽ 2 ഭാഗങ്ങളാണ്. എൻ്റെ സാക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുടുംബത്തെ ഞാൻ ഏറ്റവും ഇളയ മകളാണ്, 3ാമത്തെ പുത്രിയാണ്. അമ്മയുടെ ഉദരത്തുനിന്ന് ഞാൻ പുറത്തു വന്ന നിമിഷം, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് രോഗത്തിന്റെ അവസ്ഥകൾ കടന്നു വന്നു. ഇന്ന് ഈ TV ചാനൽ ഞാൻ പങ്കുവയ്ക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ ഇതുവരെയും ടെസ്റ്റുമണിയിൽ പറഞ്ഞിട്ടില്ലാത്ത ഭാഗമാണ്. ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സാക്ഷ്യവുമായി ബന്ധപ്പെട്ട് 2 ഭാഗമുണ്ട്. ഒന്ന്, ശാരീരികമായ രോഗത്തു നിന്നും സർവശക്തനായ കർത്താവ് എന്നെ വിടുവിച്ച അതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതോടൊപ്പം വേറെ ഒരു ചാനലിലും ഞാൻ ടെസ്റ്റിമണി പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു ഭാഗം, പൈശാചികപരമായും മാനസികപരമായും ഞാൻ അനുഭവിച്ച വേദനകളിലൂടെ സർവശക്തനായ കർത്താവ് എന്നെ വിടുവിച്ചതിനെ കുറിച്ച് ഞാൻ വിശദമായി ഈ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, സാക്ഷി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ അമ്മയുടെ ഉദരത്തുനിന്ന് പുറത്തു വന്ന് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശാരീരികപരമായി രോഗങ്ങളാൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞത് നിരന്തരമായ ശ്വാസം മുട്ടന്റെ പ്രയാസമാണ്. അങ്ങനെ അവരെന്നെ കുഞ്ഞുനാള് മുതൽ വളരെ വേദനയോടുകൂടെ ആയിരുന്നു. എൻ്റെ പിതാവ് വളരെ കഠിന അധ്വാനിയാണ്, കൂലിപ്പണി ചെയ്താണ് ഞങ്ങളെ 3 തലമുറകയും വളർത്തുവാനിടയായത്. കുഞ്ഞുനാള് മുതലുള്ള എൻ്റെ നിരന്തരമായ രോഗമുഖാന്തരം എൻ്റെ മൂത്ത 2 സഹോദരങ്ങളെയും എൻ്റെ മാതാവിൻ്റെ മറ്റ് 2 സഹോദരിമാരുടെ ഭവനത്തിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ച് അവിടെ നിർത്തി പഠിപ്പിക്കുവാനിടയായി. കാരണം എന്നെ നിരന്തരമായി രാത്രിയെന്നോ പകലെന്നോ പ്രതീക്ഷിക്കാത്ത സമയത്താണ് എൻ്റെ പേരൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടുന്നത്. അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ 5ാമത്തെ വയസ്സിൽ എനിക്ക് ഹാർട്ടിൽ വാൾവ് അടഞ്ഞിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ
5 വയസ്സിൽ ഒരു ഓപ്പൺ സൈഡിൽ കൂടെ ഒരു ട്യൂബ് ഇറക്കി ആ ഓപ്പറേഷൻ സക്സസ് ആകുവാൻ നോക്കി. പക്ഷെ അതൊരിക്കലും സക്സസ് ആയിട്ടില്ല. അതിനുശേഷം എൻ്റെ 7ാമത്തെ വയസ്സിൽ അവര് ഓപ്പൺ സർജറി തീരുമാനിച്ചു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഓപ്പൺ സർജറിയിൽ എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ഓപ്പറേഷൻ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ യേശുവിനെ ആരാധിക്കുന്നവർ മാത്രമാണ്. മറ്റൊരു കാര്യം, പെന്തക്കോസ് അനുഭവത്തിലോട്ട് അവർ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്, ഒരു കുടുംബമാണ്, ക്രിസ്തീയ കുടുംബമാണ്. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ ദിവസം എൻ്റെ മാതാപിതാക്കൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ പിതാവ് അവസാനമായിട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റി ടാറ്റ പറഞ്ഞു, ചുംബനം നൽകി വളരെ കണ്ണുനീരോടുകൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. എൻ്റെ മാതാപിതാക്കൾ മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ, വളരെ വേദനയോടെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, ട്രാക്റ്റുമായിട്ട് ഒരു ഭക്തൻ വന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നു? പിതാവ് വളരെ വേദനയോടെ പറയുമ്പോൾ ആ കർത്തൃദാസൻ ഒട്ടും മടിക്കാതെ പറഞ്ഞു, അസ്ഥികളെ വെച്ച് പിടിപ്പിച്ചു, മാംസത്തെ വെച്ച് പിടിപ്പിച്ചു, ജീവശ്വാസം ഊതി ജീവനെ തന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്ക്, സമാധാനമായിരിക്കെ, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള വാക്കുകൾ കേട്ട ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ ദൈവസേനയിൽ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവെ, എൻ്റെ കുഞ്ഞിനൊരു അത്ഭുത സൗഖ്യത്തോടെ പുറത്തു കൊണ്ടുവന്നാൽ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഞങ്ങൾ അവളെ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ സാക്ഷ്യം ചുരുക്കമായിട്ട് പറയുന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അന്നത്തെ ഓപ്പറേഷൻ നടക്കപ്പെട്ടതിൽ സക്സസ് ആയി പുറത്തു വന്ന എനിക്ക് മാത്രമാണ് എന്നുള്ളതാണ് പേരൻസ് ഒന്നും, നമ്മൾ കുഞ്ഞാണല്ലോ, അവർ പറഞ്ഞുള്ള അറിവുകളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടുള്ള സാക്ഷ്യങ്ങൾ പറയുന്നത്. അങ്ങനെ സൗഖ്യമായി ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. എൻ്റെ മാതാപിതാക്കൾ ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ എന്നോട് പറഞ്ഞ വാക്ക് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, യേശുവാണ് കുഞ്ഞെ നിന്നെ സൗഖ്യമാക്കിയത്. അതുകൊണ്ട് നീ ലോകത്തിലുള്ളതല്ല, നീ യേശുവിനുള്ളതാണ്. ആ കുഞ്ഞു പ്രായം മുതൽ അവരെ ലോക കാര്യങ്ങളിലൊന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ദൈവീയ കാര്യങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. അന്ന് ഇതൊന്നും അറിയത്തില്ല, കുഞ്ഞു പ്രായമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ, അതായത് 5ാം ക്ലാസ് വരെ എൻ്റെ പിതാവിന്റെ ദേശത്തും അതിനുശേഷം 6ാം ക്ലാസ്സിൽ എൻ്റെ മാതാവിന്റെ ദേശത്തിലേക്ക് താമസം ഞങ്ങൾ മാറുവാനിടയായി. അവിടെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രക്ഷയുടെ ഭാഗത്ത് വരാൻ കാരണമായ ഒരു ചർച്ച, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ഞാൻ ആദ്യമായി പോയത്. അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ആരാധനയും കൂട്ടായ്മയൊന്നുമില്ല, പക്ഷെ ഒരു ആരാധനാലയമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നോട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നീ യേശുവിനുള്ളത്. അതുകൊണ്ട് ഏത് കൂട്ടായ്മയിൽ പോയാലും അന്നു മുതലേ വളരെ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന, ഭയങ്കര യേശുവിനോട് ഭയങ്കര സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അവിടെ വെച്ചും എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക് ഇറങ്ങി വന്നു. പെന്തക്കോസ് അനുഭവത്തിലുള്ള പ്രാർത്ഥനകൾ ഉയരുന്നത് കൊണ്ട് സഭയിൽ നിന്നും ചില പ്രതികൂലങ്ങളും വിമർശനങ്ങളും ഉണ്ടായി. പക്ഷെ അതിലൊന്നും ഭയപ്പെട്ടില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. ആ സ്നാനപ്പെടുന്നതിന് മുന്നമേ അഭിഷേകത്തിന്റെ നിറവ്, നമ്മൾ ഫാമിലി പ്രേയറിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിന്റെ നിറവ് അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങി. കുടുംബത്തിലുള്ള പ്രവചനാദൂതുകളൊക്കെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ വെളിപ്പെടുത്തുന്നത് ഇന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് ആത്മാവിന്റെ നിറവിനാൽ പരിശുദ്ധാത്മാവ് തരുന്ന പ്രവചന കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൽ കൃപാവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തോട് ആത്മാവിനോട് ചേർന്ന് നടക്കുമ്പോൾ കൃപാവരങ്ങളാൽ നിറയ്ക്കപ്പെടുമെന്ന്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശനിയാഴ്ച ഡിപ്ലോമ DTH പഠിക്കുവാൻ തക്കവണ്ണം പെന്തക്കോസിലെ ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അവസരം ലഭിച്ചു. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ജോലി ഉള്ളവർക്കും ഒക്കെ ശനിയാഴ്ച അവധിയാണല്ലോ. അപ്പോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ദൈവവചനം പഠിക്കണം. എപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ പ്രോത്സാഹിപ്പിക്കും, കുഞ്ഞെ നീ ദൈവവചനം വായിക്ക്, പഠിക്ക്. വീട്ടിൽ സ്കൂൾ ദിവസം ഇല്ലാത്ത ദിവസം
വീട്ടിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ ഒരു വ്യക്തിയെ പോലെ എന്നെ പ്രോത്സാഹിപ്പിക്കാനിടയായി. വ്യക്തിപരമായിരുന്നു ഉപവസിക്കുവാനും ദൈവവചനം നിരന്തരമായി പഠിക്കുവാനും. അങ്ങനെ 8ാം ക്ലാസ് ഞാൻ ആ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി ഞാൻ സ്നാനപ്പെടുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ആ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കർത്തൃദാസനും സഭയും എനിക്ക് സ്നാനം നൽകുവാനിടയായി. ഞങ്ങളുടെ കുടുംബത്തിൽ ജനറേഷൻ, അതായത് മാതാപിതാക്കളുടെ തലമുറകളിൽ നിന്നും ആദ്യമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത് കുഞ്ഞു തലമുറകളിൽ ഞാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാലും കർത്താവ് എന്നെ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി. അങ്ങനെ എൻ്റെ അമ്മയുടെ തറവാട് ഭവനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അമ്മയുടെ പിതാവ് എന്ന് പറയുന്നത്, സ്തോത്രം, അമ്മയുടെ പിതാവ് അവർ ഒത്തിരി കൃഷിക്കാരായിരുന്നു. അപ്പോ കൃഷിയുടെ വിളവെടുപ്പ് സമയമാകുമ്പോൾ പിതാവ് യേശുവിനോടുള്ള വിശ്വാസത്തിൽ വന്ന വ്യക്തിയല്ല. പക്ഷെ എൻ്റെ അമ്മയുടെ പിതാവ് അവരുടെ തലമുറകളെയൊക്കെ ചർച്ചിൽ പോകാൻ അനുവദിക്കും. പക്ഷെ ആ അപ്പുപ്പൻ, അതായത് അമ്മയുടെ പിതാവ്, യേശുവിനെ അറിയുകയോ ആരാധിക്കുകയോ ചെയ്യത്തില്ല. അപ്പോൾ ഒത്തിരി കൃഷി ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് വിളവെടുപ്പ് സമയങ്ങൾ ഈ പൈശാചിക മണ്ഡലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ബലിപീഠം ഉണ്ടായിരുന്നു ആ ഭവനത്തിനകത്ത്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും യേശുവിലോട്ട് വന്നപ്പോൾ, ഞങ്ങൾ കുഞ്ഞു പ്രായങ്ങളാണ്, നമുക്ക് അത്ര അറിവില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആഴമായ സ്പർശനം ഉണ്ടായപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആ ഭവനത്തു നിന്നുള്ള ചെറിയ ചെറിയ ബലിപീഠങ്ങളാണ്, അതിനെല്ലാം ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. അതെല്ലാം ആത്മാവ് നിയോഗിച്ചതുപോലെ അതിനകത്തുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് ഉണർത്തിയതുപോലെ ഞങ്ങൾ അത് ചെയ്ത് ആ ഭവനത്തെ ഒന്നുകൂടെ ശുദ്ധീകരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് വീണ്ടും ഞാൻ സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ വീണ്ടും ആഞ്ഞടിച്ചു. വളരെ രോഗത്താൽ ശരീരത്തിൽ വീണ്ടും ബ്ലഡുകൾ ഒമറ്റ് ചെയ്യുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടായി. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ ദൈവസന്നി നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് സൗഖ്യം തന്ന കർത്താവ് ഇന്നും സൗഖ്യദായകനാണ്. ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മകളാണ്. അന്ന് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് എന്നെ വിടുവിച്ച കർത്താവെ, ഈ പ്രായത്തിൽ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ, ഒരു സ്വർഗീയ ദൂതൻ ഒരു ഔഷധം എൻ്റെ വായിൽ ഒഴിച്ചു തരികയും ആ സ്പോട്ടിൽ ആ ബ്ലീഡിങ് എൻ്റെ ശരീരത്തിൽ നിന്ന് നിൽക്കുവാനിടയായി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് BTH ഞാൻ പഠിക്കുവാൻ പോയി. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ ഒത്തിരി കടന്നുപോയി. ആ മേഖലയിൽ ഞാൻ ആയിരിക്കുമ്പോൾ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു പ്രായത്തിലെ കർത്താവിന്റെ ഭാഗത്ത് വന്ന് ആത്മാവിൽ ഇങ്ങനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൈശാചികമായ ചില പോരാട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പൈശാചികമായ പോരുകളാ ഞാൻ ദിവസങ്ങളോളം വളരെ ഭാരപ്പെടുവാനിടയായി. അത് ആ പൈശാചിക മണ്ഡലം ഞാൻ കർത്താവിലേക്ക് കടന്നു വന്നു ആത്മാവിൽ ഇങ്ങനെ ഇവാഞ്ചലിക്ക് ചർച്ച് ഓഫ് ഇന്ത്യയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ പെന്തക്കോസ് എന്ന കൂട്ടായ്മയിലേക്ക് മാറാനിടയായി. ആ സമയത്ത് പൈശാചികമായ മണ്ഡലം എന്നെ അതികഠിനമായി പോരാടുവാനിടയായി. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ആ പ്രായമാണെങ്കിലും ആ പ്രതികൂല മേഖലയിൽ നിന്നും സർവശക്തനായ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഈ പൈശാചിക മണ്ഡലത്തിൽ നിന്നും വിടുതലിനു വേണ്ടി ഒരു സഭയിൽ, അതായത് അന്ന് പ്രാർത്ഥനാ ഹാളുകളാണ്, ഒരാഴ്ചയോളം എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തി പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയത്ത് എനിക്കൊരു വിടുതൽ ലഭിച്ചു, ഭവനത്തിലേക്ക് വന്നു. പക്ഷെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട, ബൈബിൾ വായിക്കുക. അങ്ങനെ നിരന്തരമായിരുന്നു, ഒരു ദിവസമല്ല, ഞാൻ കിട്ടുന്ന സമയം ഇരുന്ന് ബൈബിൾ വായിക്കും.
എൻ്റെ മാതാപിതാക്കൾ ഒരു മാടക്കട ഉണ്ടായിരുന്നു, ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കടയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സത്യവേദ പുസ്തകവുമായി ബൈബിളും കൊണ്ടുപോകും. ഞാൻ അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടേയിരിക്കും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വാദിച്ച പൈശാചിന്റെ മണ്ഡലങ്ങൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദൈവവചനം വായിച്ച് ഞാൻ ഇങ്ങനെ വാ കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ പൈശാചി തലം, വാദിച്ച പൈശാചി മണ്ഡലം ഇറങ്ങിപ്പോകുന്നത് എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. അതിനർത്ഥം ഏതൊരു പ്രതിസന്ധിയിലും ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആ വചനം ദൈവമാണ്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വിശ്വാസത്തോടുകൂടെ ബൈബിൾ വചനം, ദൈവവചനം നമ്മൾ വായിച്ച് ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തെ വാ കൊണ്ട് നമ്മൾ പ്രസ്താവിക്കുമ്പോൾ നമ്മെ ഭരിക്കുന്ന ഏതൊരു പൈശാചിക മണ്ഡലമായിരുന്നാലും രോഗശക്തികളായിരുന്നാലും നമ്മിൽ നിന്നും എന്നേക്കുമായി ഓടിപ്പോകും. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും പൈശാചിക മണ്ഡലത്തിൽ പോരാടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ നമ്മുടെ ഹൃദയം നമ്മൾ സ്വയമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒരു പൈശാചിക ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് യേശുവാണ് വസിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. അതുകൊണ്ട് പൈശാചിക ലോകം ഏതൊരു ഭീഷണി മുഴക്കിയാലും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തൻ പൈശാചിന്റെ മണ്ഡലം കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കരത്തിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം വായിച്ച് ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിച്ച് ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ പൈശാചിക മണ്ഡലത്തോട് പോരാടി നമ്മൾ എതിർത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അതിനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പോൾ അത് നമ്മെ വിട്ട് ഓടിപ്പോകും. ആ മേഖലയിൽ സർവശക്തനായ കർത്താവ് അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ മറ്റൊരു ഭാഗം, കുഞ്ഞു നാൾ മുതൽ കർത്താവിന്റെ വേലയിൽ കുഞ്ഞു പ്രായം മുതൽ BTH പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതിനു മുന്നമേ ഞാൻ പറഞ്ഞല്ലോ അഭിഷേകത്താൽ ആത്മാവ് നിറച്ചു. ആ സമയം മുതലേ ആയിരുന്ന ചർച്ചിലുമൊക്കെ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, സഭയിൽ ഉള്ള പായിടണം, സഭ വൃത്തിയാക്കണം. അങ്ങനെയുള്ള ഡ്യൂട്ടികൾ ഞാൻ ചോദിച്ച് സഭയിൽ നിന്ന് മേടിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അതാണ് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണം, പ്രവർത്തിക്കണം. ആ പ്രായം മുതൽ ട്രാക്ട് കൊടുക്കുവാൻ, സഞ്ചരിക്കുവാനിടയായി ട്രാക്ട് മിനിസ്ട്രികൾ, കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രികൾ, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പ്രയോജനപ്പെടണം. അങ്ങനെയാണ് എൻ്റെ മിനിസ്ട്രിയുടെ ആരംഭം. ട്രാക്ട് മിനിസ്ട്രിയാണ് ഞാൻ ആദ്യമായിട്ട്. മുറ്റത്തുകൂടെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ട്രാക്ട് കൊടുക്കും, നടന്നുപോയി ട്രാക്ട് കൊടുക്കും. ധാരാളം സമയം ഇരുന്ന് ബൈബിൾ വായിക്കും, ധാരാളം സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുടുംബത്തിലുള്ളവർക്ക് പ്രാർത്ഥിക്കും, റിലേറ്റീവിടെ വിട്ടു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് തരുന്ന ദൂതുകളും ആലോചനകളും കൈമാറുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ഓരോ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്, കർത്താവ് എനിക്ക് തുണ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കുഞ്ഞുനാളിലെ ഈ ലോകത്തുനിന്നും മാറ്റപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം മരണം മുഖാമുഖമായി ഞാൻ കണ്ടു. ശരീരത്തിൽ നിന്നും ആമേൻ എൻ്റെ ശ്വാസം പോകുന്ന 3 അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ അവിടെയെല്ലാം കർത്താവ് എനിക്ക് പുതുജീവനെ തിരിച്ചു നൽകുവാനിടയായി. ഒരിക്കൽ ഞാൻ കുഞ്ഞു പ്രായത്തിലായിരുന്നപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് SAT ഞാൻ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ശ്വാസം പോയി. അവർ ഭയങ്കരമായി നിലവിളിച്ചു. പക്ഷേ എൻ്റെ ശ്വാസത്തെ കർത്താവ് വീണ്ടും എനിക്ക് തിരിച്ചു തന്നു. പ്രിയ ദൈവമക്കളെ, ഒരു വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വാക്തത്വം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ഏതൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോയാലും ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിച്ച് ഒരു ശുഭ തുറമുഖത്ത് എത്തിക്കുന്നവനാണ് സർവശക്തനായ ഉയരത്തിലെ ഉദയവനായ ദൈവം. ആ ദൈവത്തെ മുറുകെ പിടിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഒരിക്കലും തളർന്നു പോകുവാൻ സ്വർഗം നമ്മളെ അനുവദിക്കത്തില്ല. ഒരിക്കൽ വർഷങ്ങൾക്ക് മുന്നമേ
ആദ്യമായിട്ട് നമ്മൾ എൻ്റെ അറിവിൽ ചിക്കൻ ഗുനിയ എന്ന രോഗബാധ ലോകത്ത് വ്യാപരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു പനിയും ലൂസ് മോഷൻ വളരെ കഠിനമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുവരെയും കുഞ്ഞുനാള് മുതൽ രോഗാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മുഖാന്തരം എനിക്ക് രോഗത്തെ ഭയമില്ല, ഹോസ്പിറ്റൽ ഭയമില്ല, എല്ലാം ഒരു ധൈര്യം കിട്ടിയതുപോലെ. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു 2 ദിവസം ഇങ്ങനെ തുടർമാനമായി ബുദ്ധിമുട്ട് വന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോ ഞാൻ നടന്നു വളരെ സന്തോഷമായ പോകുന്നത്. ഞാൻ അതിനകത്ത് കയറിയതും പെട്ടെന്ന് എന്നെ ഐസിയിലോട്ട് മാറ്റി. ഐസിയിൽ ഞാൻ കിടക്കുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ പിതാവ് ഒരു പാക്കറ്റ്, വലിയൊരു പാക്കറ്റ് നിറച്ച് മെഡിസിനുമായി എൻ്റെ മുന്നിൽ വരികയാണ്. ഒരാഴ്ചത്തെ അത് അവര് കുറിച്ചു കൊടുക്കുമ്പോൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് വെക്കാം, നമുക്കന്ന് അറിയത്തില്ല. ഈ വലിയ പാക്കറ്റുമായി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടു. ഞാൻ ഈ സാക്ഷി പറയുന്നത്, ഒരിക്കലും ഏതൊരു സംഭവം കണ്ട് നമ്മൾ ഭയപ്പെടരുത്. ദൈവവചനം പഠിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ മെഡിസിൻ കണ്ട് ഞാൻ ഭയപ്പെട്ടു. ഭയപ്പെടുന്ന നിമിഷത്തിൽ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു ഭയത്തിന്റെ ദുരാത്മാവ്, എനിക്കത് അനുഭവിക്കാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ആ ദുരാത്മാവ് എൻ്റെ മനസ്സിലോട്ട് കയറി. ഭയങ്കര ഭയമായി. ഈ ഭയം കൊണ്ട് പിന്നെ കണ്ണു തുറക്കാൻ കഴിയത്തില്ല. ഒരാഴ്ചയോളം ICUവിൽ ഞാൻ ഭയത്തിന്റെ ദുരാത്മാവ് പോലെ ഭയപ്പെട്ട് എൻ്റെ ഉള്ളു പേടിച്ചപ്പോൾ എനിക്ക് രോഗം വർദ്ധിക്കുവാനിടയായി. അങ്ങനെ ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ നല്ല സൗഖ്യമായല്ല. ആ സമയത്തും എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് എന്നെ കാണുവാൻ എന്നെ അറിയാവുന്ന എല്ലാവരും ഒരു നിമിഷം ഒരു നോക്ക് കണ്ടിട്ട് ഇറങ്ങിയ അനുഭവങ്ങൾ. പക്ഷെ അവിടെ ഉള്ളുകൊണ്ട് എൻ്റെ അബോധാവസ്ഥയിലാണെങ്കിലും ഞാൻ ഉള്ളുകൊണ്ട് സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും, ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ ഭയം മുഖാന്തരം ഞാൻ രോഗം എൻ്റെ ശരീരത്തിൽ കൂടുവാനിടയായി. പക്ഷെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ എന്നെ ഒരു ദിവസം ICUയിൽ നിന്ന് വാർഡിലോട്ട് കൊണ്ടുവന്നു. പക്ഷെ ഉള്ളിൽ പരിശുദ്ധാത്മ പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ഒരു അസുഖവുമില്ല, നീ ധൈര്യമായിരിക്കും. എല്ലാ രോഗികളും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് മണിക്കൂറോളം ആ കിടക്കയുടെ ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുവാനിടയാകും. അങ്ങനെ പ്രാർത്ഥിച്ചു 2 ആഴ്ച ആയപ്പോൾ, കാരണം ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്ഷീണമാണ്. ആ ക്ഷീണമൊക്കെ അല്പം കുറഞ്ഞപ്പോൾ വേഗത്തിൽ എന്നെ വീട്ടിലേക്ക് വിടുവാനിടയായി. ഞാൻ വീട്ടിൽ ചെന്ന്, പക്ഷെ അപ്പോഴും നല്ല ഫുഡ് എടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം രാത്രിയില് വളരെ ക്ഷീണാവസ്ഥയിൽ കൈ ഉയർത്താൻ പറ്റുന്നില്ല, വളരെ ക്ഷീണാവസ്ഥയിൽ ഞാൻ കിടക്കുക. പക്ഷെ ഉള്ളുകൊണ്ട് കുഞ്ഞുനാള് മുതൽ കർത്താവ് എന്നോട് സംസാരിച്ച പ്രവചന ശബ്ദങ്ങളും ദൂതുകളും ഞാൻ ഹൃദയം കൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് രാത്രിയിൽ കിടക്കുകയാണ്. വളരെ ക്ഷീണാവസ്ഥയാണ്. രാത്രിയിൽ ഞാനൊരു ദർശനം കാണുകയാണ്. അപ്പോഴാണ് എനിക്ക് പിന്നത്തേതിൽ മനസ്സിലായത്, എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദൂതൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി. ഞാൻ യേശുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ യേശുവിനോട് കരയുന്ന ഒരു കാഴ്ച. യേശു വളരെ ദൂരെ ഇരിക്കുന്നു, കാണാൻ കഴിയില്ല, ഭയങ്കരമായ പ്രകാശം. പക്ഷെ ഞാൻ നിരന്തരമായി ഞാൻ ആ സ്വർഗത്തിൽ കേൾക്കുന്ന ഞാൻ കരയുന്ന ഒരു ശബ്ദമാണ്. ഞാൻ യേശുവിനോട് കരഞ്ഞു പറയുകയാ, യേശുവെ, കുഞ്ഞുനാള് മുതൽ നീ എനിക്ക് ആയുസ്സും ആരോഗ്യം നൽകി. കുഞ്ഞുനാള് മുതൽ ദർശനങ്ങൾ, വെളിപ്പാടുകൾ നൽകി. എന്നെക്കുറിച്ചൊരു വാക്തത്വമുണ്ട്. വാക്തത്വം നിറവേറാതെ എന്നെ മടക്കി എടുക്കരുതേ, എനിക്ക് ആയുസ്സിനെ മടക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കരയുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഒരു ദൂതനെ വിളിച്ചിട്ട് എൻ്റെ ആയുസ്സിന്റെ ചീട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആയുസ്സിന്റെ ചീട്ട് കൊണ്ടുവന്ന് ദൂതൻ വായിച്ചിട്ട് പറഞ്ഞു, ഈ മകളുടെ ആയുസ് തീർന്നിട്ടില്ല. യേശു പറഞ്ഞു, വേഗം മടക്കിക്കൊണ്ട് ഭൂമിയിലോട്ട് വിടുവാൻ പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിലേക്ക് ആ ജീവൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഉള്ളിൽ ഓർമ്മ വന്ന് ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ഈ
സ്വർഗീയമായ പ്രത്യേക പ്രാർത്ഥന അനുഭവങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ, സ്വർഗീയമായ അനുഭവങ്ങൾ പോകുമ്പോൾ നമുക്ക് ഈ ഭൂമിയുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ സ്വർഗതലങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഞാൻ അവിടെ സ്വർഗതലത്തിൽ ഇങ്ങനെ നിന്ന് കരയുന്ന ഒരു കാഴ്ചയും, എൻ്റെ ആയുസിന്റെ ചീട്ട് മടക്കി കൊടുക്കാൻ യേശു പറയുന്നതും, അപ്പോൾ എൻ്റെ ജീവൻ വീണ്ടും ശരീരത്തിൽ വരികയും അതിനുശേഷം നമുക്ക് ഈ സ്വർഗത്തിലെ കാഴ്ചകളും ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അവസ്ഥ ഉണ്ടായപ്പോൾ സഭയിൽ ഞാൻ അന്ന് പൊയ്ക്കൊണ്ടിരുന്ന ദൈവസഭയിലെ ദാസനെയും കുടുംബത്തെയും വിളിച്ചു. അവർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, സ്വർഗീയമായ കാഴ്ചകൾ, അതായത് ശരീരത്തിൽ നിന്നുമുള്ള ജീവൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ സ്വർഗീയ സ്ഥലത്ത് ചെന്ന് മടങ്ങി വന്ന് ആ ഒരു ബുദ്ധിമുട്ടാണ്, സാരമില്ല, പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. അങ്ങനെ എനിക്ക് ഹല്ലേലൂയ, അങ്ങനെ വളരെ അനുഗ്രഹത്തോടെ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ജയത്തോടെ മുന്നോട്ട് പോകുവാൻ കൃപ ചെയ്തു. അങ്ങനെ ആ സമയത്തും ഞാൻ വീട്ടിൽ വന്ന ശേഷവും ഈ മെഡിസിൻ കണ്ട് ഭയപ്പെട്ടതായ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റൽ കാണുമ്പോൾ ചെറിയൊരു ഭയമുണ്ട്, വീണ്ടും മരുന്നെന്ന് പറയുമ്പോൾ ഭയമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി. ആത്മാവ് എന്നെ നിർദ്ദേശിച്ചത്, ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്, ഇത് കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ചില സമയത്ത് ചില ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചികിത്സയ്ക്കായിട്ട് പോകുന്ന ഒരിടമാണ്, സൗഖ്യമാക്കുന്ന ഞാനാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഒരു ബിൽഡിങ്ങോ ഈ ഭൂമിയിൽ ഏതൊരു വസ്തുവകകളോ കണ്ടോ കുഞ്ഞെ നീ ഭയപ്പെടേണ്ട. അതിനർത്ഥം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ എൻ്റെ എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തുവാനിടയായി, എന്നെ ശക്തീകരിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായ ഭയം മാറുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് നിർദ്ദേശിച്ചു. വെറുതെ ഇരിക്കുമ്പോൾ നടന്ന് ഹോസ്പിറ്റലിന്റെ മുന്നിൽ ചെന്ന് ആ ബിൽഡിംഗ് എല്ലാം നോക്കി മനസ്സുകൊണ്ട് ഉറയ്ക്കണം, ഇതൊരു ബിൽഡിംഗാണ്. രോഗത്തിലായിരിക്കുന്നവർക്ക് പെട്ടെന്ന് അഭയം പ്രാപിക്കാനുള്ള ഭൂമിയിലെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ എല്ലാ മേഖലയിലും വഴി നടത്തി. ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഏതൊരു കാര്യത്തിലും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ മാത്രം മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും ഈ സാക്ഷി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. ഈ ഭയത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നത് നിരന്തരം ദൈവവചനം, ഞാൻ രാവിലെ എഴുന്നേറ്റ് വചനം വായിച്ച് മനസ്സ് ബലപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തോട് പറയുന്നത് പോലെ ഞാൻ പ്രഖ്യാപിക്കുകയും, ചില കാര്യങ്ങൾ ഏതുമാണ് ഭയം തോന്നിയത് അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ചെന്ന് നിർത്തി എന്നോട് പറയും, ഇത് വ്യക്തമായി നോക്കി മനസ്സുറയ്ക്കണം, ഇതൊന്നും ശാശ്വതമല്ലാത്തതൊന്നാണ്, അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഭയത്തിന്റെ ദുരാത്മാവിനാൽ ഭാരപ്പെടുന്നവർ ഈ സാക്ഷി കേൾക്കുമ്പോൾ യേശുവിന്റെ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവവചനത്തിൽ ഉറയ്ക്കുക, ക്രിസ്തുവിൽ ഉറയ്ക്കുക. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട്, ശ്രേഷ്ഠകരമായിട്ട് ഓരോ ദിനങ്ങളിൽ എന്നെ വഴി നടത്തി. ദൈവരാജ്യത്തിന് വേണ്ടി കുഞ്ഞു പ്രായം മുതൽ പ്രയോജനപ്പെടുവാൻ ട്രാക്ട് മിനിസ്ട്രിയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സുവിശേഷ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത്. ഒന്നാമതായി അന്ന് ദൈവം നിർത്തിയ ദൈവസഭയിൽ വിശ്വസ്തയോടെ നിന്ന് പ്രവർത്തിച്ചു. അതായത് ദൈവവചനം പഠിപ്പിക്കുന്നത്, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരനാക്കും. എന്നെയും നിങ്ങളെ എവിടെയാണോ, ഏത് മാതൃസഭയിലാണോ നമ്മെ ആദ്യമായി ദൈവം നിർത്തിയിരിക്കുന്നത്, അവിടെ നമ്മൾ വിശ്വസ്തയോടുകൂടെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ പിറുപിറുപ്പില്ലാതെ ദൈവത്തിനു വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ സർവശക്തനായ കർത്താവ് അധികത്തിൽ നമ്മൾ വിചാരകനാക്കും. അവിടത്തെ സഭയിൽ നിന്നും ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ്
ദൈവത്തിന്റെ ആത്മാവ് നിർദ്ദേശം നൽകിയ സമയം വരെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. ട്രാക്ട് മിനിസ്ട്രിയുമായിട്ട് ബൈബിൾ കോളേജ് ഞാൻ പറഞ്ഞല്ലോ, BTH പഠനം കഴിഞ്ഞു. അതിനുശേഷം ആമേൻ എൻ്റെ ജീവിതത്തിൽ ട്രാക്ട് മിനിസ്ട്രിയുമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങി. അതിനുശേഷം ചിൽഡ്രൻസ്, കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തിയുള്ള മിനിസ്ട്രി ഞാൻ ആരംഭിച്ചു. അതിൽ നിന്നാണ് ഓരോ മേഖലയിൽ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തിയത്. ആ പ്രായം മുതൽ ചില കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് എന്നിൽ പകർന്നു എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, പൈശാചികമായിട്ട് ഞാൻ വളരെ പീഡനം അനുഭവിക്കുമ്പോൾ കർത്താവ് എന്നെ അതിൽ നിന്ന് പുറത്തെടുത്തു. ഞാൻ ചോദിച്ചു, ദൈവമേ, എന്തുവാണ് ഈ മേഖലയിൽ വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകാനുള്ള കാരണം? കർത്താവ് ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൈശാചികമായിട്ടുള്ള ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപാവരത്തിന്റെ അനോയിന്റിങ് പരിശുദ്ധാത്മാവ് എന്നിൽ പകരാനിടയായി. ഇന്നെനിക്ക് മനസ്സിലായി, ഞാൻ ആ പൈശാചിക മണ്ഡലത്തിന്റെ മേഖലയിലൂടെ കടന്നുപോയപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം കൈമാറി. അതുപോലെ തന്നെ ഭയത്തിന്റെ മേഖലകൾ ഞാൻ ചിന്തിച്ചു, പരിശുദ്ധാത്മാവെ, എന്തുവാണ് ഈ ഭയത്തിന്റെ മേഖലയിലൂടെ കടത്തിവിട്ട് ആത്മാവെന്നെ അതിൽ നിന്നും പുറത്തെടുത്തത്? എന്റെ ശുശ്രൂഷയുടെ മുഖത്ത് കടന്നു പോകുമ്പോൾ മാനസികപരമായിട്ടും ഡിപ്രഷനും ടെൻഷൻ, യൗവനക്കാരുടെ ഇടയിലുള്ള ക്രിസ്ത്യൻ കൗൺസിലിംഗ് മേഖലയിൽ ക്രിസ്ത്യൻ കൗൺസിലിംഗ് ആ പഠനവുമായിട്ട് പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചു. മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൗൺസിലിംഗ് ചെയ്യുവാൻ, ക്രിസ്ത്യൻ കൗൺസിലിംഗ്, അവർക്ക് വചനത്തിലൂടെ ഉപദേശിക്കുവാനും, ഭയങ്ങൾ, മാനസിക ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മ, അഡിക്ഷനുകൾ, ഇങ്ങനെയുള്ള പല കുരുക്കുകളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു മേഖലയിൽ ഒരു ഘട്ടത്തിൽ എന്നെ ഉപയോഗിക്കാനിടയായി. എനിക്കതിൽ നിന്ന് മനസ്സിലായത്, എന്നെ കേൾക്കുന്ന എല്ലാവരോട് ഞാൻ പറയുന്നത്, ഏതെങ്കിലും മേഖലയിലൂടെ, കഷ്ടതയിലൂടെ നമ്മൾ കടന്നുപോയി ജയിച്ചു പുറത്തു വരുന്നത്, നമ്മെ ആ ഒരു ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ചില പാഠശാലയിലൂടെ ഇറക്കി ശ്രദ്ധയോടുകൂടെ പുറത്തു കൊണ്ടുവരുവാനാണ്. എന്റെ പിതാവ് 2007 എന്റെ പിതാവ് നിത്യതയിൽ പ്രവേശിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഫാമിലി പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവചന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവിന്റെ ജീവിതത്തിന്റെ നിര്യാണം അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, വ്യക്തിപരമായി മാത്രം പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ ബലപ്പെടണമെന്ന് പറയാനിടയായി. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി. അപ്പന് മക്കളോട് കൃപ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കൃപ തോന്നുന്നു. ഞാൻ ഈ വചനം കേട്ട് പരിശുദ്ധാത്മാവെ ദൈവത്തോട് ചോദിച്ചു, ഈ വചനത്തിന്റെ അർത്ഥം എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ഏതൊരു ദൈവശബ്ദവും ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തോട് ഞാൻ ചോദിക്കും, കർത്താവെ, ഇതെന്തുവാണ്? ഒരു സ്വപ്നമാണ് കാണിക്കുന്നത്, ഇതിന്റെ അർത്ഥം എന്തുവാണ്? ഒരു വചനമാണ് വെളിപ്പെടുത്തുന്നത്, ഇപ്പോൾ ഈ സമയത്ത് ഈ വചനം എനിക്ക് തന്ന വെളിപ്പാട്, വചനം തന്നതിന്റെ അർത്ഥം എന്തുവാണ്? അതെനിക്ക് വെളിപ്പെടുത്തി തരണം. അങ്ങനെ ചോദിക്കുന്ന ഒരു ശീലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വചനം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, പരിശുദ്ധാത്മാവെ, ഈ വചനത്തിന്റെ പൊരുൾ എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. പക്ഷെ ഒരാഴ്ച പരിശുദ്ധാത്മാവ്, കർത്താവ് ഒന്നും മിണ്ടിയില്ല. അതിനർത്ഥം ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടത്തില്ല. ചിലത് മൗനം സ്വർഗം പാലിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചില ദൈവപ്രവൃത്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഞാൻ ഒരാഴ്ച മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് എൻ്റെ പിതാവ് ജോലി സ്ഥലത്തായിരുന്ന ഇടത്തു വെച്ച് പെട്ടെന്ന് ഒരു ആക്സിഡന്റിലാണ് പിതാവ് നിത്യതയിൽ ചേർക്കപ്പെടുന്നത്. പിതാവിന് ആക്സിഡന്റ് ഉണ്ടായെന്ന് ആ ജോലി സ്ഥലത്തുള്ളവർ ഓടി വന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ഓടിപ്പോയി എൻ്റെ 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തി സ്വർഗത്തിൽ അപ്പനോട് പറഞ്ഞു, അപ്പ, ഞാൻ BTH കഴിഞ്ഞ ശുശ്രൂഷയുടെ മുഖത്ത് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിതാവും മാതാവും വളരെ സ്നേഹമുള്ളവരാണ്.
എന്നെ ശുശ്രൂഷയിൽ അവർ കൈതാങ്ങുന്നവരാണ്, സ്നേഹിക്കുന്ന പിതാവാണ്, ശുശ്രൂഷയിൽ ഒത്തിരി എന്നെ കൈതാങ്ങി കൊണ്ടുവരുന്ന പിതാവാണ്. അതുകൊണ്ട് എൻ്റെ പിതാവിന്റെ ജീവനെ മടക്കി തരണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തേക്ക് ഉയർത്തി ഞാൻ അപ്പനോട് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കൈ ഉയർത്തി നിൽക്കുമ്പോൾ സഡലി പെട്ടെന്ന് ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ പിതാവിന് ആക്സിഡന്റ് ഉണ്ടായി, കൊണ്ടുപോകാൻ ആൾക്കാർ വന്ന് നിൽക്കുക. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിന് കുഞ്ഞെ കൈ താഴ്ത്തിയിടുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കൈ താഴ്ത്തിയിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവിനെ തിരിച്ച് നീ ചോദിക്കരുത്, ഇത് നിന്റെ പിതാവാണ്, പക്ഷേ നിന്റെ പിതാവ് എൻ്റെ മകനാണ്, ഈ മകന്റെ ഭൂമിയിലെ വേല ദൗത്യമായി. എന്നിട്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇതൊക്കെ വേഗം നടക്കുന്നതാ. ഞാൻ നൽകിയ വചനത്തിന്റെ അർത്ഥം കുഞ്ഞെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അർത്ഥം, ഒരപ്പൻ ഈ ഭൂമി ജന്മം കൊടുത്ത ഒരു കുഞ്ഞിനെ കരുതുന്നത് പോലെ നിന്റെ പിതാവ്, നിനക്കായുള്ള പിതാവ്, ഞാൻ തിരിച്ചു വിളിക്കുന്ന നിന്റെ പിതാവ് ഈ ഭൂമിയിൽ നിനക്ക് എന്തെല്ലാം സംരക്ഷണം നൽകിയോ അതുപോലെ ഉയരത്തിലെ ഉടയവനായ പിതാവായ ഞാൻ നിന്നെ കരുതും. ഇതെല്ലാം വേഗം സഡലി സംഭവിക്കുന്നു. പെട്ടെന്ന് നമ്മെ കൊണ്ടുപോകുവാനുള്ള ആൾക്കാർ പുറത്തു നിൽക്കുന്നു. അവർ പറയുന്നു പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ഉണ്ട്, പിതാവിന് കൂടെ വരണം. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തത നൽകി, കുഞ്ഞെ നിന്റെ പിതാവിനെ ഞാൻ നിത്യതയിൽ എടുത്തു. അവരെന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുമ്പോൾ അന്ന് എൻ്റെ പിതാവുമായിട്ട് എനിക്ക് ഭയങ്കര സോൾട്ടയും ഭയങ്കര പ്രാണബന്ധമായിരുന്നു, ഭയങ്കര സ്നേഹമുള്ള പിതാവായിരുന്നു. അതുകൊണ്ട് പിതാവിന്റെ വേർപാടെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. എങ്കിൽ പരിശുദ്ധാത്മ എന്നെ ബലപ്പെടുത്തി. മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു പിതാവിന് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പിതാവ് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ഒന്ന് കാണാൻ എന്നെ അനുവദിക്കണം. അങ്ങനത്തെ വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മുഖം പൊത്തി എൻ്റെ അടുത്ത് ഓടി മറയാനിടയായി. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ പിതാവിനെ നിത്യതയിൽ എടുത്തൊന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പറയും ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന സത്യമുണ്ടെങ്കിൽ എൻ്റെ പിതാവിനെ കാണാൻ എന്നെ അനുവദിക്കണം. ഇത് പറയുമ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞിട്ട് എന്നെ വാഹനത്തിൽ കയറ്റി എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഒത്തിരി വേദനയിലൂടെ ഞാൻ കടന്നുപോയി. എൻ്റെ ഹൃദയത്തിൽ എനിക്കുണ്ടായ ആദ്യത്തെ ഷോക്ക് എന്ന് പറയുന്നത് പിതാവിന്റെ വേർപാടാണ്. പക്ഷെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ പിതാവിനെ കുറിച്ച് ഒരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ ടെസ്റ്റ് മണി പറയാനുള്ള കാരണം, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർ ഒക്കെ ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ഹൃദയം ഇന്നും വേദനയോടുകൂടെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ആ വേദനയിൽ തന്നെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ആ ദുഃഖത്തെ നിങ്ങൾ മാറ്റണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ. ആ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങളെയും ചില ഇൻസിഡന്റുകളെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് ഭാരപ്പെട്ടും അതിനെ ഓർത്തിരിക്കേണ്ടവരല്ല. ദൈവം തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും മരിക്കുന്നത് വരെ ദൈവരാജ്യത്തിന് വേണ്ടി എന്തുവാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് ലക്ഷ്യം വെച്ച് നാം മുന്നോട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയും, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചു ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശവും രക്ഷയുമാകുന്നു. ദുഃഖങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ദൈവവചനം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ദുഃഖം എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് അനേകർക്കു വേണ്ടി എൻ്റെ മനസ്സ് തുറന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ബലത്തോടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുഃഖിക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ദിവസം ഒരു മരണമുണ്ട്. പക്ഷെ ദൈവം തന്നിരിക്കുന്ന ആയുസ് അവസാനം വരെയും ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. കഴിഞ്ഞുപോയ സംഭവങ്ങളോ ദുഃഖങ്ങളോ ഓർത്ത് വിലപിച്ച് കരയേണ്ടവരല്ല ദൈവമക്കൾ.
ദൈവമക്കളുടെ പ്രത്യേകത പ്രത്യാശയുള്ളവരാണ്. അങ്ങനെ ഈ ദുഃഖം എൻ്റെ ജീവിതത്തിൽ അലട്ടുവാനിടയായി. ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ ഒരു ഇന്നർ ഹീലിംഗ് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം ലഭിച്ചു. അതിലൊരു ദൈവദാസി എനിക്ക് വേണ്ടി ക്രിസ്ത്യപരമായി വചനങ്ങൾ പറഞ്ഞു തന്ന് ആശ്വസിപ്പിച്ചു. എൻ്റെ മനസ്സിന്റെ ബലത്തിന് വേണ്ടി ആ ദുഃഖം മാറിപ്പോകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദുഃഖം എൻ്റെ ഹൃദയത്തിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോയി. അതിനുശേഷം വളരെ അനുഗ്രഹത്തോടെ ആ ദുഃഖം ഇപ്പോൾ അത് ചിന്തിക്കുമെങ്കിലും അതിനെക്കുറിച്ച് ഒരു നിരാശ ഉണ്ടാകത്തില്ല. അതാണ് ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുമാറിപ്പോയാലും നമ്മൾ നിരാശപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. നിരാശപ്പെടേണ്ടവരല്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യുക. അതൊന്നു മാത്രമായിരിക്കണം. എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും ഏതെങ്കിലും വിഷയത്തിൽ ഇന്നും ആ നിരാശയിൽ നിന്നോ ദുഃഖത്തിൽ നിന്നോ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണർത്തുന്നു. നിങ്ങൾ ദുഃഖിച്ച് നിങ്ങളുടെ സമയങ്ങളെ നഷ്ടപ്പെടുത്തി കളയേണ്ടവരല്ല. നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, പ്ലാനിംഗ് ഉണ്ട്. വചനത്തിലും ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും ആശ്രയിക്കുക. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നമ്മെ നടത്തുവാൻ ശക്തനാണ്, നമ്മെ പരിപാലിക്കുവാൻ ശക്തനാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോടെ എന്ത് ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കിടക്കയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ദൂതൻ എൻ്റെ ഷോളറിൽ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട്, കുഞ്ഞെ എഴുന്നേൽക്കുക, നീ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കേണ്ടവളല്ല, നിന്നെക്കുറിച്ച് സ്വർഗത്തിന് വലിയ പ്ലാനിങ് ആണ്. അന്നു മുതൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മാതാവിനെയും കൊണ്ട് സുവിശേഷ വേലയിൽ പൂർണ്ണ സമയവും ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇന്നേക്ക് 17 വർഷം കഴിഞ്ഞു. അന്നു മുതൽ ഇന്നു വരെ സർവശക്തനായ കർത്താവ് ജീവിതത്തിൽ അത്ഭുതകരമായി, അതിശയകരമായി, ശ്രേഷ്ഠകരമായി വഴി നടത്തുന്നു. പ്രാർത്ഥന അനുഭവങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി തളർന്നു പോകേണ്ട സാഹചര്യങ്ങൾ, വേദനപ്പെട്ട് പിതാവിന്റെ മരണത്തിന് ശേഷം ഒറ്റപ്പെടലുകൾ ഒത്തിരി ഉണ്ടായി, വേദനകൾ ഒത്തിരി ഉണ്ടായി, പരിഹാസങ്ങൾ ഒത്തിരി ഉണ്ടായി, പീഡനങ്ങൾ ഒത്തിരി ഉണ്ടായി. പക്ഷേ അതൊന്നും നമ്മെ തൊടുവാൻ കർത്താവ് അനുവദിച്ചില്ല. എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോട് ഞാൻ ഉണർത്തുന്നത്, ഏതൊരു സാഹചര്യം നമ്മെ തളർത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. സാഹചര്യമല്ല നമ്മെ വിടിവിക്കുന്ന, മറിച്ച് ദൈവത്തിന്റെ കരമാണ് നമ്മെ വിടിവിക്കുന്നത്. കുഞ്ഞുനാള് മുതൽ പ്രത്യാശയോടെ ദൈവരാജ്യത്തിന് വേണ്ടി അന്നും ഇന്നും നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി. ചില കൃപാവരങ്ങൾ, പ്രാർത്ഥിക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പൈശാചികമായ പീഡനം അനുഭവിക്കുമ്പോൾ പൈശാചികമായ സുസ്രേ ഞാൻ ഭാരപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും ഞാനത് നിസ്സാരമായി കാണത്തില്ല. കാരണം അവരറിയാതെ അവരെ തകർക്കുന്ന ഒരു പൈശാചിക മണ്ഡലമാണ്. കാരണം ഞാൻ ആ വേദനയിലൂടെ കടന്നുപോയത് കൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വിളിച്ചു പറഞ്ഞാൽ അവർക്ക് വേണ്ടി സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ പെട്ടെന്നുള്ള ഭയം, അസമാധാനം ഇങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വ്യക്തിപരമായി ചിലരെ കോണ്ടാക്ട് ചെയ്ത് ക്രിസ്ത്യപരമായിട്ട് വ്യക്തിപരമായി കൗൺസിലിംഗ് ചെയ്തു വചനപ്രകാരം അവരെ മനസ്സുകളെ ഉറപ്പിക്കും. ഞാൻ അവർക്ക് വേണ്ടി സമയം വേർതിരിക്കും. കാരണം ഞാൻ ചില അങ്ങനെയുള്ള ഭയത്തിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവിനെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവന്ന എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണുകയില്ല. അങ്ങനെ ഓരോ ദിനങ്ങളിൽ കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായി നടത്തി, അതിശയകരമായി നടത്തി. ഇന്നും അനുഗ്രഹത്തോടെ സ്വർഗത്തിലെ ദൈവം നടത്തുകയാണ്. റസില്ലാതെ ഞാനും എൻ്റെ മാതാവും കർത്താവിന്റെ വേലയിൽ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്.
പക്ഷേ നമ്മുടെ സമയപരിധിക്കുള്ളിൽ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ടെസ്റ്റ് മണി ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്നും ഇന്നും അത്ഭുതത്തോടെ അതിശയത്തോടെ കർത്താവ് നമ്മെ വഴി നടത്തുന്നു. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഉണർത്തട്ടെ. നമ്മുടെ സാമ്പത്തിക മേഖലയെ നമ്മൾ ആരും ഭാരപ്പെടരുത്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടിവെക്കുന്നതുമില്ല. സ്വർഗത്തിലെ ദൈവം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നൽകി വഴി നടത്തുന്ന ദൈവം ശ്രേഷ്ഠകരമായി നമ്മെ വഴി നടത്തും. എൻ്റെ പിതാവിന്റെ വേർപാട് കഴിഞ്ഞ് ഞാൻ വളരെ വേദനയോടും ഭാരത്തോടും എന്ത് ചെയ്യും, ശുശ്രൂഷയിൽ ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് മറ്റൊന്നും അറിയത്തില്ല. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ വേദനയോടെ എൻ്റെ മാതാവ് പറഞ്ഞു, ഭക്ഷണത്തിന് ആഹാരമില്ല. പക്ഷെ അന്നും ആ ദൈവസന്നിധി ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഭാരപ്പെടേണ്ട, യഹോവയിരെ കരുതുന്ന യഹോവ. അങ്ങനെ ഞാൻ ചില നിമിഷങ്ങൾ ദൈവസന്നിധി തന്നെ ഇരിക്കുകയാണ്. ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ഭക്ഷണത്തിനായിട്ട് ഏലിയാവിന്റെ അടുക്കൽ കാക്ക എന്ന പോലെ അന്നത്തെ ഭക്ഷണത്തിനുള്ള ആഹാരം സ്വർഗത്തിലെ ദൈവം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് മാതാവിന്റെ കരങ്ങൾ കൊടുത്തു. അന്നു മുതൽ ഞങ്ങളുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല, ഭരണിയില എണ്ണ തീർന്നു പോയിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒറ്റ കാര്യം, നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നിന്റെ വിശ്വാസം മുറുകെ പിടിക്ക്, ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുകയും അതനുസരിക്കുവാനും തയ്യാറായാൽ സർവശക്തനായ കർത്താവ് നമ്മെ അത്ഭുതകരമായി വഴി നടത്തും, ശ്രേഷ്ഠകരമായി വഴി നടത്തും. ഒന്നിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട. ഒറ്റ കാര്യം, കർത്താവിന്റെ വരവ് വരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറിയ കാര്യമാകട്ടെ, നിന്നാക്കി വെച്ചിരിക്കുന്ന ദേശത്തോ സഭയിലോ പൊതു ശുശ്രൂഷയിലോ എന്തുവാണ്, അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് വിശ്വസ്തയോടെ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ഭൂമിയിൽ ആവശ്യമായ സകല നന്മകളും സ്വർഗത്തിലെ ദൈവം നൽകും. ഒറ്റ കാര്യം, ഏതൊരു വേദനയിലൂടെ കടന്നുപോയാലും അതിൽ തന്നെ പിടിച്ചു നിൽക്കരുത്. പ്രാർത്ഥിച്ച് ജയമെടുക്കണം, ജയത്തോടെ കയറി വരണം, പ്രത്യാശയുടെ വാക്കുകൾ ഉരുവിടണം, വചനത്തെ പ്രഖ്യാപിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ജയത്തോടെ അന്നു മുതൽ ഇന്നു വരെ ജയത്തോടെ നടത്തുന്ന കർത്താവ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അന്ത്യശ്വാസം വരെ ദൈവരാജ്യത്തിനോട് വിശ്വസ്തയോടെ നിൽക്കണം, വീഴാതെ ദൈവസന്നിധി നിൽക്കാൻ ഒരു കൃപ പരിശുദ്ധാത്മാവെ നൽകണമേ. അങ്ങനെ പ്രാർത്ഥനയിൽ ഇന്നും അന്നും സന്തോഷത്തോടെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. ഒത്തിരി ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. സങ്കീർത്തനം 4:1 പഠിപ്പിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഞെരുക്കത്തിൽ ഇരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി. ചില ഞെരുക്കങ്ങൾ ഒരിക്കലും നമുക്ക് തകർച്ചയ്ക്കല്ല, ചില ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കാണ്. സങ്കീർത്തനം 34:10 പഠിപ്പിക്കുന്നു: ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല. അങ്ങനെ ജീവിതത്തിൽ കുഞ്ഞുപ്രായം മുതലേ വേദനകളിലും കഷ്ടങ്ങളിലും, അതായത് ഞാൻ ചിന്തിക്കുന്ന കുശവന്റെ കയ്യിൽ നിന്ന് ഒരു കളിമണ്ണ് വീണ് അത് തകർന്നുടഞ്ഞതുപോലെ എൻ്റെ ജീവിതം അതുപോലെ ഉടഞ്ഞ് തകർന്ന് ഓരോ സമയത്തും ഓരോ കഷ്ടതയിലൂടെ, പക്ഷെ അതിലെല്ലാം ജയിച്ച് പരിശുദ്ധാത്മാവ് ഇതുവരെ ജയത്തോടെ കൊണ്ടുവന്നു. ഇന്ന് ശരീരത്തിൽ എനിക്ക് പുതിയ ഹാർട്ട് കർത്താവ് വെച്ച് തന്നു, പുതിയ ശ്വാസകോശം. ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡ് ഒമറ്റ് ചെയ്യുന്ന അനുഭവം. ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ പിതാവിന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുത്തു. 10 വർഷത്തെ ഗ്യാരണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ മനുഷ്യൻ നമുക്ക് വില കൽപ്പിക്കും, പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ എഴുതുന്ന വിധിരേഖകളെ കീറിക്കളഞ്ഞിട്ട് ഇന്ന് 10 വർഷമല്ല, 20 വർഷമല്ല, 30 വർഷമല്ല, അതിലും കൂടുതൽ വർഷം പുതിയ ഹാർട്ട് എനിക്ക് വെച്ച് തന്നു, പുതിയ ശ്വാസകോശം കർത്താവ് എനിക്ക് നൽകി. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ബ്ലഡ് ഒമറ്റ് ചെയ്യുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര പീഡനമായിരുന്നു. തല ഉയർത്താൻ പറ്റത്തില്ല. എത്രത്തോളം മാസങ്ങളോളം ദിവസങ്ങളോളം ഞാൻ ബെഡിൽ കിടക്കും. തല ഉയർത്തിയ ബ്ലഡ് വരും. പക്ഷേ ഉള്ളുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ഉള്ളുകൊണ്ട് എൻ്റെ വാക്തത്വങ്ങളെ പറയും,
ഉള്ളുകൊണ്ട് പ്രവചന ദൂതുകൾ കേട്ടതിനെ ഞാൻ പ്രഖ്യാപിക്കും. ഉള്ളുകൊണ്ട്, വാ തുറക്കാൻ പറ്റില്ല. അവിടെ നിന്നും പരിശുദ്ധാത്മാവിനെ സൗഖ്യമാക്കി. ആ രോഗ കിടക്കയിൽ കർത്താവിനെ സൗഖ്യമാക്കി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് ഒരു ശ്വാസകോശം ഫുള്ളായിട്ട് കേടായിപ്പോയി, രണ്ടാമത്തെ കൂടെ കേട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ശ്വാസകോശത്തിൽ കേടുവന്നിരിക്കുന്നത് ബ്ലീഡിങ് നിൽക്കണമെങ്കിൽ ഒരു സർജറി, അതായത് ഒരു ഓപ്പറേഷൻ ചെയ്താലേ സൗഖ്യമാകത്തുള്ളൂ. പക്ഷെ അത് ഇന്ത്യയിലൊന്നുമില്ല, അത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞിൽ ഞാൻ ഇങ്ങനെ രക്ഷയുടെ ഭാഗത്ത് ആത്മാവിൽ ആരാധിച്ചു വരുന്ന സമയത്ത് തൊട്ടടുത്ത് പെന്തക്കോസ് കൂട്ടായ്മയുണ്ട്, കൺവെൻഷൻ നടക്കും. ഞാൻ ആ കൺവെൻഷൻ കടന്നു പോകും. ഒരു ദിവസം ഞാൻ ആ കൺവെൻഷൻ കടന്നു ചെന്ന് മുന്നിൽ ഇരിക്കുമ്പോൾ വളരെ പ്രായമുള്ള ഒരു ദൈവദാസനാണ് വചനം ശുശ്രൂഷിക്കുന്നത്. വചന സ്പീഡിൽ പറയുമ്പോൾ ഞാൻ വേഗം വേഗം വായിച്ചു കൊടുക്കും. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ എന്നെ വ്യക്തമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ ഒരു ദൈവ പൈതലാ. നീ ഒത്തിരി കുഞ്ഞുനാള് മുതൽ ഒത്തിരി കഷ്ടതയിലൂടെ വന്ന ഒരു കുഞ്ഞാണ്. പക്ഷേ നിന്റെ ഒരു നല്ല യൗവന പ്രായത്തിലോട്ട് നീ വരുമ്പോൾ വീണ്ടും ഒരു ഓപ്പറേഷൻ നിന്റെ ശരീരത്തിൽ ചെയ്യുവാൻ പൈശാചിക മണ്ഡലം നിന്നോട് വാദിക്കും. ഈ വാദിക്കുമെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞെ, നിനക്കിപ്പോ ഒന്നും മനസ്സിലാകില്ല. പക്ഷെ ഒറ്റ കാര്യം, ഒരു പ്രവചനം ഞാൻ നിന്നെ നോക്കി പറയുന്നു. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ രണ്ടാമതൊരു ഓപ്പറേഷൻ നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്കരുത്. ഇതെന്റെ ഹൃദയത്തിന്റെ മാംസപലകയെ എഴുതി വെച്ചു. അങ്ങനെ ഞാൻ BTH കഴിഞ്ഞ് ആയിരിക്കുമ്പോഴൊക്കെയാണ് ഈ രണ്ടാമത്തെ കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അന്ന് ഇങ്ങനെ എന്നോട് കോളേജിൽ, ബൈബിൾ കോളേജിലുള്ള വളരെ പ്രിയമാണ്. ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് പ്രിയമാണ്. അവരുടെ ഹൃദയത്തിലൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തു വില കൊടുത്തും ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാം എന്നുള്ള തീരുമാനങ്ങൾ പറയാനൊക്കെ ഒത്തിരി പേരിങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ പരിശുദ്ധാത്മ പറഞ്ഞ് വിട്ടുകൊടുക്കില്ല. ആ സമയത്ത് പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞ ഒരു പ്രവചന ശബ്ദമുണ്ട്. വീണ്ടും ഒരു ഓപ്പറേഷന്റെ ശരീരത്തോട് പൈശാചിക മണ്ഡലം പോരാടി, നീ വിട്ടുകൊടുക്കരുത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. കർത്താവിനെ സൗഖ്യമാക്കും. ആമേൻ. ഏതു മേഖലയിലും പൈശാചിന്റെ മണ്ഡലം നമ്മെ പീഡിപ്പിക്കാൻ നോക്കിയാലും നമ്മോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ഒരു ചെറിയ പ്രവചനത്തിൽ ആഴമായി അത് മുറുകെ പിടിച്ച് നീ വിശ്വസിച്ചാൽ പൂർണ്ണമായിട്ടും ആ കഷ്ടതയെന്ന ആ പ്രവചനത്തിന്റെ ദൂത് പ്രകാരം പരിശുദ്ധാത്മാവ് ആ കഷ്ടതയിൽ നിന്ന് നമ്മെ പുറത്തെടുക്കും. അങ്ങനെ ആ പ്രവചനത്തെ ഞാൻ പിടിച്ചു. സർവശക്തനായ കർത്താവ് ആ ഒരു മേഖലയിൽ വിട്ടുകൊടുക്കാൻ അനുവദിക്കാതെ എന്റെ ശരീരത്തിൽ പൂർണ്ണ സൗഖ്യം നൽകി, പൂർണ്ണ ആരോഗ്യം നൽകി. എനിക്ക് പുതിയ ശ്വാസകോശം ദൈവം നൽകി. ഇന്ന് ഒത്തിരി സമയം ഡ്രൈവ് ചെയ്ത് റെസ്റ്റ് ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ല, പൂർണ്ണ സൗഖ്യമാണ്. കുഞ്ഞുനാളിൽ എല്ലാവരും ശുശ്രൂഷ ഇറങ്ങിയ സമയത്തും റിലേറ്റീവുടെയോ പലരുടെ എൻ്റെ അനുഭവങ്ങൾ അറിയാവുന്നവരുടെ മുന്നിൽ ഞാൻ പോകുമ്പോൾ അവര് ചോദിക്കുന്നത് മരുന്ന് ഇപ്പോഴും എടുക്കുന്നുണ്ടോ എന്നാണ്. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരിശുദ്ധാത്മാവ് മായ്ച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒന്നിനും ഭാരപ്പെടരുത്. ഈ ലോകം നമ്മെ വ്യത്യസ്തപരമായിട്ടുള്ള പേരോടുകൂടെ നോക്കുമ്പോൾ എന്നെ അവർ അപ്രകാരമാണല്ലോ കാണുന്നത്. ഒരിക്കലും അത് ചിന്തിച്ചു ഭാരപ്പെടരുത്. ദുഷ്ടൻ എഴുതി വെക്കുന്ന രേഖയെ സ്വർഗത്തിലെ ദൈവം കീറിക്കളയും. ഒറ്റ കാര്യം, നീ അറിഞ്ഞ സത്യത്തിൽ മുറുകെ പിടിക്കുക. നമ്മുടെ കർത്താവ് ജീവിപ്പിക്കുന്ന ദൈവമാണ്. ജീവനെ തിരിച്ചു തന്ന് അസാധ്യമെന്ന് പറയുന്നതിനെ സാധ്യമാക്കി ജീവനോടെ, ബലത്തോടെ, കരുത്തോടെ നമ്മുടെ വാക്തത്വം വരെയും ദുഷ്ടന് വിട്ടുകൊടുക്കാതെ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലത്തോടെ നിർത്തുന്ന ആ സർവശക്തന്റെ ചിറകിന്റെ മറവിൽ നമ്മൾ കീഴടങ്ങി പ്രാർത്ഥനയോടെ ഇരിക്കുക. എല്ലാ മേഖലയിലും പരിശുദ്ധാൻ നമ്മളെ വഴി നടത്തും. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. ശുശ്രൂഷയുടെ മേഖലയിൽ ഇറങ്ങിയ സമയത്ത് ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായി. അവിടെയൊന്നും തളർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല.
എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒന്നിലും ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. ക്രിസ്തുവിനോട് നീ ചേർന്നിരിക്കുക. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള പദ്ധതികൾ നിറവേറാതെ സർവശക്തനായ കർത്താവ് നമ്മെ മടക്കി വിളിക്കില്ല. ഒന്ന്, പൈശാചിക മേഖലയിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട, ക്രിസ്തുവിൽ ഉറയ്ക്ക്. ദൈവവചനം വായിച്ചും പ്രഖ്യാപിച്ചും പരിശുദ്ധാത്മാവോട് ചേർന്നിരിക്കെ ഒരു പൈശാചിക ശക്തി നിന്നെ തകർക്കില്ല. രണ്ട്, മാനസികപരമായിട്ട് ഏതെങ്കിലും ഭയങ്ങൾ നിന്നെ പീഡിപ്പിക്കുന്നുണ്ടോ? ദൈവവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഭയത്തിന് നീ സ്ഥാനം കൊടുക്കേണ്ട. നടത്തിയ കർത്താവിൽ നീ വിശ്വസിക്ക്. ദൈവവചനം നീ പ്രഖ്യാപിക്ക്. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്ക്. ഒരു ഭയവും നമ്മെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഭയത്തിന്റെ ദുരാത്മാവ് നമ്മൾ ഇടം കൊടുക്കാതെ ക്രിസ്തുവിൽ ഉറയ്ക്ക്. ക്രിസ്തു നമ്മളെ വഴി നടത്തുവാൻ ശക്തനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുവാൻ ശക്തനാണ്. അതുപോലെ ഫിനാൻസ് മേഖലയിൽ ഏതൊന്നിലും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. എനിക്കും നിങ്ങൾക്കും ആവശ്യമായത് അതത് സമയത്ത് ഒരു ദൈവഭക്തന് വേണ്ടി നൽകുവാൻ ശക്തനാണ്. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ TV പ്രോഗ്രാമിലൂടെ കടന്നു വന്ന എന്റെ ടെസ്റ്റിമണി പറയുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഇതുവരെയും വളരെ അനുഗ്രഹത്തോടുകൂടെ സാക്ഷ്യമായി നിൽക്കുവാൻ കൃപ ചെയ്തു. ഇനിയും എനിക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന എല്ലാവരും എന്റെ ശുശ്രൂഷകളെയും മുന്നോട്ടുള്ള ഗമനങ്ങളെയും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി. ജീവിതത്തിന്റെ മേഖലകളിൽ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ ആ സൗഖ്യത്തെക്കുറിച്ച് ഈ മീഡിയയിലൂടെ സാക്ഷ്യമായി പ്രസ്താവിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന സൗഖ്യം ഈ ടെസ്റ്റിമണി കേൾക്കുന്ന അനേകർക്കൊരു വിടുതലായി തീരട്ടെ. ആരെങ്കിലും രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. മാനസികപരമായ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവരെ തൊട്ട് സൗഖ്യമാക്കണം. ഏതെങ്കിലും ഫിനാൻസ് മേഖലയിൽ അസമാധാനപ്പെടുന്നവർക്ക് സമാധാനം കൊടുക്കും. ഈ സാക്ഷ്യം അനേകർക്കൊരു വിടുതലായി തീരട്ടെ. അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ടതുപോലെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ഉറച്ചു ബലപ്പെടട്ടെ. എല്ലാവരെയും ബലപ്പെടുത്തും, ശക്തീകരിക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പ്രിയ സിസ്റ്റർ ചിത്രലേഖ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസരുടേതായി നന്ദി അറിയിക്കുന്നു. ദൈവം കൊണ്ടുവന്ന ആ വഴികൾ എത്ര അത്ഭുതകരമായ ജീവിതമാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം തന്ന അത്ഭുത രോഗസൗഖ്യം, കുടുംബജീവിതത്തിൽ മാതാപിതാക്കന്മാരോട് ഒരുമിച്ച് ദൈവം നൽകി തന്ന ആത്മീയ അനുഭവങ്ങൾ, നല്ല കൂട്ടായ്മകൾ, പ്രിയ സുസ്ഥിര ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ദൈവദൂതന്മാർ സന്ദർശിച്ച് ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവം തട്ടി ഉണർത്തി ദൈവം ബലപ്പെടുത്തിയ ആ നല്ല നാളുകൾ, ഒത്തിരി നല്ല അനുഭവങ്ങൾ ദൈവം നമ്മെ മഹത്വത്തിന് പറയും കർത്താവ് കൃപ ചെയ്തല്ലോ. തുടർന്ന് കർത്താവ് സൗഖ്യാരോഗ്യം കാഴ്ച തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുകൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തു കൊടുത്ത് അവർക്കും ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങളും സഹകരിക്കുമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമാ ടിവിയുടെ പ്രേക്ഷകർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം.
വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.